ആത്മീയത എന്ന് പറഞ്ഞാൽ കൽബ് നന്നാകണം, ഹൃദയം ശുദ്ധിയാകണം, ഭൗതികമായ നേട്ടങ്ങൾ, ഭൗതികമായ ചിന്താഗതികൾ നമ്മുടെ മനസ്സിലുണ്ടാകരുത്. അതുപോലെ തന്നെ ഒരു മുസ്ലിമിനോടും വിദ്വേഷങ്ങളോ വൈരാഗ്യങ്ങളോ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പെട്ടവരോട് നമുക്ക് ഉണ്ടാകരുത്. അതേസമയം സുന്നി അല്ലാത്തവരാണെങ്കിലോ അവരോട് നമുക്ക് എപ്പോഴും വെറുപ്പാണ് വേണ്ടത്. അൽ ഹബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ് അഫ്ളലുൽ അഅമാൽ, അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായത് അൽ ഹബ്ബു ഫില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കേണ്ട ആളുകളെ സ്നേഹിക്കുക. വൽ ബുഗ്ദു ഫില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ദ്വേഷം കാണിക്കേണ്ടവരോട് ദ്വേഷം കാണിക്കുക. അതുകൊണ്ട് തന്നെ ബിദ്അത്തുകാരോട് നമുക്ക് സ്നേഹം പറ്റൂല, അവരോട് നമുക്ക് ചങ്ങാതിപ്പാട് പറ്റൂല. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. പരിശുദ്ധമായ ഖുർആനല്ലേ പറഞ്ഞത്, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അവഹേളിക്കുന്ന, നിസാരപ്പെടുത്തുന്ന ആള് ലാ തജിദു ഖൗമൻ യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ വറസൂല, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെ തരം താഴ്ത്തുന്ന, നിസാരപ്പെടുത്തുന്ന ആളുകളെ ഒരിക്കലും യഥാർത്ഥ ഈമാനുള്ളവർ സ്നേഹിക്കൂല. വലൗ കാനൂ ആബാഅഹും, അത് അവരെ സ്വന്തം അവർക്ക് ജന്മം നൽകിയ ബാപ്പയാണ്. ആ ബാപ്പ വഹാബിയാണോ, ബാപ്പ ജമാഅത്തുകാരനാണോ, ബാപ്പ തബ്ലീഗ് ജമാഅത്തുകാരനാണോ, ഒരിക്കലും അവരെ സ്നേഹിക്കൂല. ഔ അബ്നാഅഹും, അല്ല സലഫിയായത് സ്വന്തം മകനാണ്, നിന്റെ മോനാ വഹാബിയായ മാറിയത്. 10-15 കൊല്ലക്കാലം സ്നേഹത്തോടെ പോറ്റി വളർത്തിയ നിന്റെ മോന് അതാ ഒരു സുപ്രഭാതത്തിൽ സലഫിയായി മാറുകയാണ്. അവനെ സുന്നത്ത് ജമാഅത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ട് എല്ലാം ഫൈറായി പോകുന്നു. അവനതാ വഹാബിസത്തിൽ അടിവറച്ച് നിൽക്കുന്നു എങ്കിൽ പിന്നെ അവ മോനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റൂല, അവനുമായി സ്നേഹമെന്നും പാടില്ല. ഔ ഇഖ്വാനഹും, അല്ലെങ്കിൽ നിന്റെ ജ്യേഷ്ഠനോ അനുജനോ ആണ് വഹാബിയായത്, അല്ലെങ്കിൽ മൗദൂദിയായി മാറിയത്. എന്റെ സഹോദരനാണല്ലോ, അവനാണല്ലോ കല്യാണത്തിന് വിളിച്ചത്. ആ വഹാബിയാണോ നിന്നെ കല്യാണത്തിന് വിളിച്ചത് എങ്കിൽ അവന്റെ കല്യാണത്തിന് കൂടാൻ പറ്റൂല. ഫയ്യാക്കും വയ്യാഹും, അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, ഫയ്യാക്കും നിങ്ങൾ അങ്ങോട്ടടുക്കാൻ പാടില്ല, വയ്യാഹും അവരെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ പാടില്ല. ഇയ്യാക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കല്യാണത്തിന് വിളിക്കാൻ പാടില്ല, ഇങ്ങോട്ട് വീട് ഉദ്ഘാടനത്തിന് വിളിക്കാൻ പറ്റൂല. വയ്യാഹും അങ്ങോട്ട് കല്യാണത്തിന് പോകാനും പറ്റൂല, അവന്റെ വീട് ഉദ്ഘാടനം നടത്തുമ്പോ അങ്ങോട്ട് പോകാനും പറ്റൂല. ഇത് എന്റെ വാക്കാണെന്ന് നിങ്ങൾ ദുർവ്യാഖ്യാനിക്കരുത്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. നിങ്ങളെ സ്വന്തം ബാപ്പയായാലും നിങ്ങളെ മക്കളായാലും നിങ്ങളെ സഹോദരന്മാരായാലും മറ്റ് കുടുംബക്കാരനായാലും നിങ്ങളെ എളാപ്പയോ മൂത്താപ്പയോ ആണ് വഹാബി എങ്കിൽ അവന്റെ കല്യാണത്തിന് പോകാൻ പറ്റൂല. മുഹമ്മദുർ റസൂലുള്ളാഹി, അവന്റെ വീട് ഉദ്ഘാടനത്തിന് പോകാൻ പറ്റൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഹാരിസുൽ മുഹാസിബി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ ബാപ്പ ഒരു ഖദരിയായ ഒരു പുത്തൻവാദിയായിരുന്നു. ആ ഖദരിയായ പുത്തൻവാദി മരിച്ചപ്പോ ബാപ്പന്റെ അനന്തര സ്വത്തായി 70,000 ദിർഹമതാ തനിക്ക് ലഭിക്കാനുണ്ടായിരുന്നു. ബാപ്പന്റെ 70,000 ദിർഹം തനിക്ക് അനന്തരമായി കിട്ടാൻ വേണ്ടി വന്നപ്പോ ഹാരിസുൽ മുഹാസിബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട വേണ്ട, എനിക്ക് ബാപ്പാന്റെ അനന്തര സ്വത്ത് എനിക്ക് വേണ്ട. കാരണം അന്നഹു കാന ഖദരിയ, എന്റെ ബാപ്പ സുന്നിയല്ല, എന്റെ ബാപ്പ പുത്തൻവാദിയാണ്. അതുകൊണ്ട് ബാപ്പാന്റെ
സ്വത്ത് എനിക്ക് വേണ്ട എന്ന് തള്ളിക്കളഞ്ഞവരാണ് ഹാരിസുൽ മുഹാസിബി റളിയല്ലാഹു അൻഹു. ആ നിലക്കാണ് നമ്മുടെ മുൻഗാമികളായ മഹാന്മാരെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുത്തൻവാദിയുടെ പിരിവ് നമുക്ക് വേണ്ട. ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഈ അടുത്ത് ഒരാൾ എന്നോട് ഫോണിൽ ചോദിച്ചു, ഉസ്താദേ ഞങ്ങളുടെ നാട്ടിലെ പള്ളി, ആ പള്ളിക്ക് ഒരു ബോറിന്റെ ആവശ്യമുണ്ട്, ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഞങ്ങൾക്ക് ബോറെടുത്ത് തരാമെന്ന് പറഞ്ഞു, അതുകൊണ്ട് പറ്റുമോ ഉസ്താദേ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ചോദിച്ചയാളോട്, ഓ സഹോദരാ, നിങ്ങളെ ജമാഅത്തില് അത്രമാത്രം ഒരു ദൗർബല്യം, അത്രമാത്രം ദൗർബല്യം നിങ്ങൾക്കുണ്ടായോ? നിങ്ങളെ നാട്ടിലെ ഒരു ജമാഅത്തില്, നിങ്ങളെ ജമാഅത്തിന്റെ പള്ളിക്ക് നിങ്ങൾക്ക് തന്നെ ചേർന്ന് സുന്നികളായ നിങ്ങൾക്ക് ഒരു ബോറിടാൻ സാധിക്കാതെ പോയോ? നിങ്ങൾ ഉദു എടുക്കുന്ന ഉദുവിന്റെ വെള്ളം ഒരു ജമാഅത്തുകാരൻ ഉണ്ടാക്കിയ ബോറിൽ നിന്ന് വേണോ? നിങ്ങളെ പള്ളിയിലെ ഹൗദിലേക്ക് വെള്ളം ഒരു മൗദൂദികാരൻ്റെത് വേണോ? നിങ്ങൾക്കൊരു 100 വീട്ടുകാർ ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഒരു ബോറ് നിങ്ങൾ എടുത്തുകൂടെ? അത്രമാത്രം വലിയൊരു ദാരിദ്ര്യം നിങ്ങൾക്ക് വന്നുപോയോ? ഇത് പറഞ്ഞപ്പോ അയാള് സ്വീകരിച്ചെന്നാ, ഓക്കെ ഉസ്താദ് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെത് വേണ്ട. ഇങ്ങനെ പലരും പൈസന്റെ അടുത്തേക്ക് എത്തുമ്പോ പുത്തൻവാദിന്റെ പൈസ വാങ്ങാമോ എന്ന് ചോദിക്കുന്നവരുണ്ട്, സ്ഥാപനത്തിലേക്ക് വാങ്ങുന്നവരുണ്ട്. സാധുവായ ഞാൻ ഒരു ദാറുൽ മുസ്തഫ എന്ന ചെറിയൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. എന്റെ തീരുമാനമാണ്, എന്റെ സ്ഥാപനത്തിലേക്ക് ഒരു പുത്തൻവാദി ഒരു ഉറുപ്പിക തരണ്ട, ഒരു പുത്തൻവാദിയുടെ ഒരു ഉറുപ്പിക എന്റെ സ്ഥാപനത്തിന് വേണ്ട. കാരണം അങ്ങനെയുള്ളൊരു ഗതികേട് ഞങ്ങൾക്ക് ആവശ്യമില്ല. പുത്തൻവാദിന്റെ പൈസ വാങ്ങിയിട്ട് ദീന് നടത്തേണ്ട ഗതികേട് നമ്മുടെ മുന്നിലില്ലല്ലോ. അതുകൊണ്ട് പണം കാണുമ്പോ പുത്തൻവാദിന്റെതും പറ്റും, സലഫിന്റേതും പറ്റും, ജമാഅത്ത് ഇസ്ലാമിന്റേതും പറ്റും. അങ്ങനെ ഒരു ചീത്ത സ്വഭാവം നമുക്ക് വേണ്ട. സുന്നത്ത് ജമാഅത്തിൽ പെട്ടവരുടെ നല്ല പണം, ആ പണം ഉപയോഗിച്ചുകൊണ്ട് പള്ളി നടത്തിക്കോ, ആ പണം വാങ്ങിക്കൊണ്ട് സ്ഥാപനം നടത്തിക്കോ, ആ പണം വാങ്ങിയിട്ട് യതീംഖാന നടത്തിക്കോ, ആ പണം വാങ്ങി പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം നടത്തിക്കോ. ഏതെങ്കിലും വഹാബിന്റെ പണത്തിന്റെ പിന്നാലെ പോയി അവന്റെ പൈസ വാങ്ങി നടക്കേണ്ട ഗതികേട് നമുക്ക് വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. പുത്തൻവാദികളുമായുള്ള ബന്ധം നമുക്ക് ആവശ്യമില്ല. അത് വളരെ ഡേഞ്ചറാണ്, നമ്മുടെ ഈമാൻ ഊരിക്കളയുന്ന കാര്യമാണ്. ആരെങ്കിലും ഒരു പുത്തൻവാദിന്റെ മുഖത്തേക്ക് നോക്കി ഒരു സ്മൈൽ കൊടുത്താൽ, ഒരു സലഫിന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പിഞ്ചിരിച്ചാൽ, അല്ലാഹു അവന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാനിന്റെ പ്രകാശം ഊരിക്കളയുമെന്നാണ് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരോട് വളരെ ജാഗ്രതയോട് നമ്മൾ പെരുമാറണം. ഞാൻ പറഞ്ഞത് മുസ്ലിമിനോട് വൈരാഗ്യമുണ്ടായിക്കൂടാ, മുസ്ലിമീങ്ങളുമായി പകവെച്ചുകൂടാ എന്ന് പറയുമ്പോ പുത്തൻവാദിയെ സ്നേഹിക്കണമെന്നതിന് അർത്ഥമില്ല. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ പെട്ട ഒരു മുസ്ലിമിനോട് നമുക്ക് പകവെച്ച് നടക്കാൻ പറ്റൂല, വൈരാഗ്യം വെച്ച് നടക്കാൻ പറ്റൂല. എല്ലാ മുസ്ലിമീങ്ങളും സ്നേഹത്തോടെ കാണണം. എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ്. ആ നബിന്റെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂടേണ്ടവരാണ്. ആ നബിയുടെ കൊടിന്റെ കീഴിൽ ഒരുമിച്ച് കൂടേണ്ടവരാണ്.